ഹലോ, മധുഭാസ്കരൻ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ തൻ്റെ കഴിവുകളെ വികസിപ്പിക്കുക എന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. കഴിവുകളില്ലാത്ത മനുഷ്യനെ ലോകം ബഹുമാനിക്കാറില്ല, ഇഷ്ടപ്പെടാറില്ല എന്നതാണ്. ഓരോ കഴിവുകൾ വികസിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഈ കഴിവ് എന്നതിന് നിപുണത, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന സ്കിൽ എന്നാണ്, SKILL. അതിലെന്തെങ്കിലും കുറവ് വന്നാൽ ആ സ്പെല്ലിംഗ് നിങ്ങൾക്കറിയാം, SKILL. എന്തെങ്കിലും കുറവ് വന്നാൽ എസ് ഒന്ന് വെട്ടി നോക്കൂ, കില്ലെന്നാണ് വരിക, നിങ്ങളെ കൊന്നുകളയുന്നതാണ്. പിന്നെ കെ കൂടി വെട്ടിയ രോഗിയാവുന്നതാണ്. അപ്പോൾ സ്കില്ലുകളിൽ കുറവുണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ സ്വാഭാവികമായി രോഗം ബാധിച്ചവനെ പോലെയാണ് എന്നതാണ്. ഓരോ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. ഒന്ന്, നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള യാത്ര കുറച്ചും കൂടി എളുപ്പമാകുമെന്നാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഓരോ സ്കില്ലുകളും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും എന്നതാണ്. കഴിഞ്ഞ കൊല്ലം എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞുകൂടായിരുന്നു, ഈ കൊല്ലം എനിക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടി ഉണ്ടാവും. അങ്ങനെ ഓരോ സ്കില്ലുകൾ പുതിയതായി ആർജിക്കുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കും എന്നതാണ്. വളർച്ചയ്ക്ക് ആത്മവിശ്വാസം അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യനും തൻ്റെ കഴിവുകൾ നിരന്തരമായി നവീകരിച്ചു കൊണ്ടിരിക്കണം, മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നതാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എല്ലാ കഴിവുകളും എല്ലാവർക്കും ആർജിക്കാൻ കഴിയുമോ എന്ന ഒരു പ്രസക്തമായ ചോദ്യം. അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: നിങ്ങളുടെ ശരീരം അനുവദിക്കുമെങ്കിൽ ലോകത്തെ ഏത് കഴിവും നിങ്ങൾക്ക് ആർജിച്ചെടുക്കാം എന്നതാണ്. ആ കഴിവ് ആർജിക്കുന്നതിൻ്റെ കാലഘട്ടം, ആർജിക്കുന്ന കാലാവധി ചിലപ്പോൾ ചിലർ പെട്ടെന്നായിരിക്കും, ചിലർ കുറച്ച് സമയം എടുത്തുനിന്നിരിക്കും. പക്ഷേ ഏത് കഴിവുകളും മനുഷ്യന് ആർജിക്കാൻ പറ്റും, അവൻ്റെ ശരീരം അവനെ അനുവദിക്കുമെങ്കിൽ. അപ്പോൾ പിന്നെ ജന്മന എന്നൊരു കഴിവുണ്ടോ? ജന്മന കഴിവല്ല, ജന്മന ഒരു ടാലൻറ്റ്, സ്കിൽ എന്ന് പറഞ്ഞ രണ്ട് വാക്കുകളാണ്. സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റുന്നതാണ്, ആർക്കും ആർജിക്കാൻ പറ്റുന്നതാണ്. ടാലൻ്റ് എന്ന് പറയുന്നത് ജന്മന കിട്ടുന്നതാണ്. ഉദാഹരണം, യേശുദാസിനെ പോലെ പാടുക എന്നത് സ്കില്ലല്ല, അത് ടാലൻ്റാണ്. അത് ജന്മന കിട്ടിയ ഒരു സാധനമാണ്. പകരം പാട്ട് പാടുക എന്നത് സ്കില്ലാണ്, ആർക്കും പാട്ട് പാടാം. കുറച്ചും കൂടി നന്നായി പ്രാക്ടീസ് ചെയ്താൽ മെച്ചപ്പെട്ട പാട്ട് പാടാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്കിൽ ആർജിക്കാൻ കഴിയും എന്നതാണ്. ലോകത്ത് ഏത് സ്കില്ലുകളും, ട്രെയിനിങ് ഒരു സ്കില്ലാണ്, പ്രസംഗിക്കുക ഒരു സ്കില്ലാണ്, നൃത്തം ചെയ്യുക ഒരു സ്കില്ലാണ്, പാട്ട് പാടുക ഒരു സ്കില്ലാണ്, കമ്പ്യൂട്ടറിൽ കുറച്ച് നന്നായി പ്രവർത്തിക്കുക, ഡിസൈൻ ചെയ്യുക ഒരു സ്കില്ലാണ്. ഇത്തരം സ്കില്ലുകൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഒരു മനുഷ്യന് ആർജിക്കാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് സ്കില്ലുകൾ നമുക്ക് ആർജിക്കാൻ കഴിയുക എന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ തൻ്റെ കഴിവുകളെ വികസിപ്പിക്കുക? 4 ഘട്ടങ്ങളിലാണ്. ലോകത്ത് ഏത് കഴിവും നമ്മൾ ആർജിക്കുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യത്തെ ഘട്ടത്തിനെ ടെക്നിക്കലി വിളിക്കുന്നത് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ് എന്നാണ്. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അബോധപൂർവമായ, ഇൻകോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മ. എനിക്ക് കഴിവില്ല, എനിക്ക് ഈ കഴിവില്ല എന്ന് ഞാൻ അറിയാതിരിക്കുക, അതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഏതൊരു സ്കില്ലിൻ്റെയും തുടക്കഘട്ടം അതാണ്. ഉദാഹരണം, ഞാൻ ചെറിയ കൊച്ചായിരുന്ന സമയത്ത് കാറുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ കാർ ഓടിക്കാൻ ഡ്രൈവിംഗ് എന്ന ഒരു സ്കില്ല് വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഡ്രൈവിംഗ് എന്ന സ്കില്ല് എനിക്ക് ഇല്ലായിരുന്നു, അതില്ല എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതാണ് ആദ്യത്തെ ഘട്ടം. ഈ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കും. അതിനെയാണ് കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസ് എന്ന് വിളിക്കുക. അതായത് ഞാൻ എൻ്റെ ഒരു അമ്മാവൻ്റെ കൂടെ കാറിൽ പോയി, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ കാറിൽ പോയി, അല്ലെങ്കിൽ ഞാൻ വേറെ ആരുടെയും കാറിൽ പോയി. അങ്ങനെ കാറിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം അത് ഓടിക്കാൻ ചില പ്രത്യേക രീതികളൊക്കെ ചെയ്യുന്നുണ്ട്, അത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഡ്രൈവിംഗ് എന്നൊരു കഴിവുണ്ടെന്നും ആ കഴിവ് എനിക്കില്ലെന്നും ഞാൻ അറിഞ്ഞു. ഞാനൊരു ദിവസം വണ്ടിയിൽ കയറിയിരുന്ന് അദ്ദേഹം ചെയ്ത പോലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ആ വണ്ടി ചാടി നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആ കഴിവില്ലെന്ന്. ഇതാണ് പഠനത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് രണ്ടാമത്തെ ഘട്ടം. പഠിക്കാൻ തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. അപ്പം എനിക്ക് ഡ്രൈവിംഗ് എന്ന സ്കില്ലില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആ രണ്ടാമത്തെ ഘട്ടത്തിൽ. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ചിലർ ഇത് വേണ്ടെന്ന് നോക്കി, എനിക്കത് ഈ സ്കില്ലിൻ്റെ ആവശ്യമില്ല എന്ന് ഉപേക്ഷിക്കും. ചിലർ എനിക്കിത് പഠിക്കണം, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അതാണ് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ഘട്ടം കോൺഷ്യസ് കോമ്പിറ്റൻസ്, ബോധത്തോടുകൂടിയുള്ള കഴിവ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കണം തീരുമാനിച്ചു. എനിക്ക് ആ ഡ്രൈവിംഗ് കഴിവ് ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഡ്രൈവിംഗ് പഠിക്കണം തീരുമാനിച്ചു. എന്നിട്ട് ഒരു ആശാൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ആശാൻ എനിക്ക് പഠിപ്പിച്ചു. ഇരിക്കണം, 3 താഴെ 3 എണ്ണം ഉണ്ട്. ഏറ്റവും ലെഫ്റ്റ് കാണുന്നത്
ക്ലച്ചാണ്, രണ്ടാമത് കാണുന്നത് ബ്രേക്കാണ്, മൂന്നാമത് കാണുന്നത് ആക്സിലേറ്ററാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഗിയർ ന്യൂട്രലിലിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ക്ലച്ച് ചവിട്ടിയിട്ട് മെല്ലെ ഫസ്റ്റിലേക്ക് ഇടണം. ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് മെല്ലെ ക്ലച്ച് എടുക്കണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അപ്പം ഞാൻ വളരെ ബോധത്തോടു കൂടി വളരെ കോൺഷ്യസ് ആയി ഞാൻ മെല്ലെ അതെടുത്തു. അപ്പോൾ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ ഗിയർ ഇടണം, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി വളരെ നല്ല എനിക്കപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധത്തോടു കൂടി ഞാനത് ചെയ്തു. അതാണ് മൂന്നാമത്തെ ഘട്ടം, കോൺഷ്യസ് കോമ്പിറ്റൻസ്, ബോധത്തോടുകൂടി ചെയ്യുക എന്നത്. ഈ മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞാൽ നാലാമത്തെ ഘട്ടം. അങ്ങനെ ഈ മൂന്നാമത്തെ ഘട്ടത്തിലൂടെ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് കോമ്പിറ്റൻസ്, അബോധപൂർവമായ കഴിവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ വർത്തമാനം പറഞ്ഞാൽ പറയും മിണ്ടാണ്ടിൽ ശ്രദ്ധ കളയല്ലേ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഞാൻ അബോധപൂർവമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ വണ്ടി ഓടിക്കും, ആൾ വരുന്ന സമയത്ത് ക്ലച്ച് ഔട്ടും, എനിക്ക് മാറ്റേണ്ട സമയത്ത് ഞാൻ മാറ്റും, ഞാൻ ഗിയർ മാറ്റാണെന്ന് പോലും അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വന്നാൽ മാറ്റി വണ്ടി ഒതുക്കി കൊണ്ടുപോകും. അപ്പോൾ ഇതെല്ലാം ഇപ്പം എനിക്ക് അബോധപൂർവമായി ഈ ഫ്ലോ വരുമ്പോഴാണ് അത് സ്കില്ലാകുന്നത്. ഈ നാലാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഒരു കാര്യം സ്കില്ലാകുന്നത്. എല്ലാ കഴിവുകൾക്കും ഇത് ബാധകമാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ട്രെയിനിങ്ങിൻ്റെ കാര്യം എടുത്തുള്ളൂ. ട്രെയിനിങ് എന്നൊരു സ്കിൽ ഉണ്ടെന്നും അതെനിക്ക് അറിഞ്ഞുകൂടാന്നും ഒരാൾക്ക് അറിയാത്ത അവസ്ഥ. പിന്നീട് അയാൾ ഒരാളുടെ ട്രെയിനിങ് കൂടി, ട്രെയിനിങ് ഇയാൾ നന്നായി എടുക്കുന്നുണ്ടല്ലോ, ഇതുപോലെ ഞാൻ ക്ലാസ് എടുത്താൽ എങ്ങനെ ഉണ്ടാവുന്ന എടുത്തു നോക്കിയപ്പോൾ അയാൾക്ക് ശരിയായില്ല. അപ്പോൾ അയാൾ രണ്ടാമത്തെ ഘട്ടത്തിലെത്തി. ട്രെയിനിങ് എന്നൊരു സ്കില്ലുണ്ടെന്നും അതെനിക്ക് അറിഞ്ഞുകൂടാന്നും അയാൾ മനസ്സിലാക്കി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ട്രെയിനർ ആവണം തീരുമാനിച്ചു. എന്നിട്ട് അയാൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കി. എന്നിട്ട് അയാൾ പ്രാക്ടീസ് ചെയ്തു. എന്നിട്ട് പ്രസംഗിക്കാൻ പോയപ്പോൾ അയാൾ തൻ്റെ കൈയെടുക്കുന്നതും കാലെടുക്കുന്നതും സംസാരിക്കുന്നതെല്ലാം ഓർത്ത് വളരെ ബോധത്തോടു കൂടി ആ ട്രെയിനിങ് എടുത്തു. അങ്ങനെ കുറേ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പം അയാൾ കൈയെടുക്കുന്നതും കാല് വർത്തമാനം പറയുന്നതൊക്കെ വളരെ സ്മൂത്തായിട്ട് വളരെ ഫ്രീ ആയിട്ട് അയാൾ ചെയ്യുന്നു. അതാണ് നാലാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് അത് ഒരു സ്കില്ലായി മാറുക, നിപുണതയായി മാറുക എന്നതാണ്. ഏറ്റവും രസകരമായ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആളുകൾ രണ്ടാമത്തെ ഘട്ടത്തിൽ തീരുമാനിക്കും പഠിക്കണം എന്നുള്ളവർ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ വെച്ച് അവസാനം എനിക്ക് ഈ സ്കില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിൽ വച്ചാണ് ഈ സ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും പലർക്കും അത് സാധിക്കാതെ പോകുന്നത്. കാരണം മൂന്നാമത്തെ ഘട്ടം ബോധപൂർവം ചെയ്യേണ്ടതാണ്, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാണ്, ഒരുപാട് പണിയെടുക്കേണ്ടതാണ്. അതിന് പറ്റാത്തത് കൊണ്ട് മൂന്നാമത്തെ ലെവലിൽ വെച്ച് ആളുകൾ ഇത് അവസാനിപ്പിച്ച് പോകുമ്പോൾ അവർക്ക് ആ സ്കിൽ ആർജിക്കാൻ പറ്റാതെ പോകുന്നു എന്നതാണ്. പ്രസംഗം കേട്ടു, ഒരാൾ നന്നായി പ്രസംഗിക്കുന്നത് കേട്ടു, ബോധപൂർവം പ്രസംഗിപ്പിച്ചത് തെറ്റുണ്ടായി, ആളുകൾ കൂവി, നമ്മൾ അവസാനിപ്പിച്ചു പോകും. പകരം എത്ര തവണ ഞാൻ ഇങ്ങനെ തെറ്റിയാലും അത് ശരിയാകുന്നവരെ ഞാൻ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ആര് വിചാരിച്ച ആ മൂന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്നുവോ അയാൾ സ്വാഭാവികമായി നാലാമത്തെ ഘട്ടത്തിലെത്തുകയും അത് ആ സ്കിൽ അയാൾ ആർജിക്കുകയും ചെയ്യും. ലോകത്ത് ഏത് സ്കില്ലും ഇതുപോലെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഈ 4 ഘട്ടങ്ങളിലൂടെ ബോധപൂർവം കടന്നു പോകുന്നതിലൂടെ ഒരു മനുഷ്യനെ ആർജിക്കാൻ കഴിയും. അത്തരം കഴിവുകൾ ആർജിക്കുമ്പോൾ മനുഷ്യനെ ആളുകൾ ആരാധനയോടും ഇഷ്ടത്തോടു കൂടി കാണും. കഴിവുകൾ ആർജിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, നമ്മുടെ സക്സസ് കുറച്ചുകൂടി മെച്ചപ്പെടുന്നതായിരിക്കും. അങ്ങനെ കഴിവുകൾ വികസിക്കപ്പെട്ട് ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കൊല്ലവും അറ്റ്ലീസ്റ്റ് ഒരു കഴിവെങ്കിലും ഏതെങ്കിലും ഒരു കഴിവെങ്കിലും വികസിപ്പിക്കുക. ഓരോ കഴിവ് വികസിക്കുന്നതോറും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നു എന്നാണ്. ജീവിതം മെച്ചപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ് മനുഷ്യൻ എന്ന തിരിച്ചറിവോടുകൂടി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബുധനാഴ്ച ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.